ഹലോ, കറുത്ത കടലയും സോയാബീനും കൂടി വേവിച്ചെടുത്തിട്ട് തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്ത ഒരു അടിപൊളി കുറുമക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ സോയാബീനും കടലയും കൂടി ഒരു ഓവർനൈറ്റ് കുതിർക്കാൻ ഇട്ടിരുന്നേ. ഈ സോയാബീൻ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഞെരടി അതിൻ്റെ അഴുക്കുകളൊക്കെ ഒന്ന് കരഞ്ഞ് പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ അതാ സോയാബീൻ നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടല ഊറ്റി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 3 മീഡിയം സൈസ് സവാള സ്ലൈസ് അരിഞ്ഞത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മസാലപ്പൊടികൾ, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ പെരിഞ്ജീരകം പൊടിച്ചത് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാവേ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഞെരടി എടുക്കുക കേട്ടോ. ഞെരടി എടുക്കുന്നതിലാണ് ഇതിൻ്റെ ഈ കറിയുടെ ടേസ്റ്റ് ഉണ്ടാവുക. തക്കാളിയുടെയും സവാളയുടെയൊക്കെ നീര് നന്നായിട്ട് ഇറങ്ങി വരും. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഇതൊരു 4-5 വിസിൽ കേൾക്കൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഒരു ജാറിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് മാറ്റി വെച്ചേ. അതിനുശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷം ഈ സോയാബീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് പിന്നും ഒരു 2-3 വിസിൽ കേൾക്ക് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ വേവിച്ചെടുത്തത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പരന്ന പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് മൂപ്പിക്കുക. ഇതിലേക്ക് 2 വറ്റൽമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച സോയാബീനും കടലയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനിയൊരു രഹസ്യ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഇതിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു നല്ലൊരു ടേസ്റ്റ് എടുക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഒരു ടീസ്പൂൺ നെയ്യാണേ. അതും കൂടി മെൽറ്റായി വന്നതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ, 1 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാലാണേ, അത് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അവിടെ ഇവിടെയായിട്ട് തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാവേ. അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലയും സോയാബീനും ചേർത്ത് തേങ്ങാപ്പാലിൽ കുറുക്കിയെടുത്ത നമ്മുടെ ചറുവോട് കൂടിയ കുറുമക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഇത് വെള്ളയപ്പത്തിൻ്റെ കൂടെയും പുട്ട്, ഇടിയപ്പം, ചപ്പാത്തി എന്നിവരുടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. കൊച്ചു മക്കൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. ഇപ്പോൾ സോയാബീനൊക്കെ പ്രോട്ടീൻ റിച്ച് ആണല്ലോ. അപ്പോൾ ഇതുപോലുള്ള കറികളൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർ വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കും കേട്ടോ. അപ്പോൾ ഇത് മക്കൾ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക്